ഇന്നലെ ഒരിക്കലും പരാതി കിട്ടി. എന്താ പരാതി എന്നറിയോ? ഒരാള് അയാളെപ്പറ്റി അയാളെ ഭാര്യക്ക് പറയുമ്പോൾ 100 നാവാണ്. അത്ര നല്ലൊരു ഭർത്താവ് ലോകത്തൊരു പെണ്ണിനില്ല എന്നാണ്. ഞാൻ പറയില്ല, ആ പെണ്ണ് പറഞ്ഞ മാതിരി എൻ്റെ ഭർത്താവിനെ പോലെ ഒരു നല്ല പുരുഷൻ ഇപ്പോൾ ഒരു സ്ത്രീക്കും കിട്ടിയിട്ടുണ്ടാവില്ല. എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു? അപ്പൊ അയാൾ എന്ത് ചെയ്തു? നിങ്ങൾ ഒരു നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് അയാൾ മായ്ച്ചു കളഞ്ഞു, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഒരു പേര് സേവ് ചെയ്യാത്ത ഒരു നമ്പറിൽ നിന്ന് വന്ന ഒരു മെസ്സേജ് അയാൾ എന്ത് ചെയ്തു? വാട്സപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആണുങ്ങൾ നല്ല ശ്രദ്ധിച്ചോളൂ. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് വെച്ചാൽ, ഈ മെസ്സേജ് ഇപ്പൊ എന്തിനാ ഇത് ഡിലീറ്റ് ചെയ്ത്? സാധാരണ ഫോൺ നോക്കാത്ത ഭാര്യ ഇത് മുകളിൽ തന്നെ വന്ന് കിടക്കുകയാണ്. അപ്പൊ ഇതിപ്പോ ആരെ നമ്പർ, ആളെ പേര് കാണില്ല, ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്തു? ആ നമ്പർ മെല്ലെ എടുത്തിട്ട് അവരെ ഫോണിലിട്ടിട്ടൊന്ന് വിളിച്ചു നോക്കി. അപ്പൊ ഒരു സ്ത്രീയാണ്. പിന്നെ സംഭവിച്ചത് എന്താന്നൊക്കെ പറയാതിരിക്കും നന്നായിരിക്കാം. മനസ്സിലായി? അയാൾ എന്നെ വിളിക്കുന്നത്, അയാൾ പറയാം ഞാനൊരു പള്ളിയിൽ വന്നിരിക്കുകയാണ്, മനസ്സ് തകർന്നിരിക്കുകയാണ്, എനിക്ക് പറ്റൂല, ഞാൻ മരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം, എനിക്ക് വീട്ടിൽ തിരിച്ചു പോകാൻ പറ്റൂല, കാരണം അത്രയും വലിയൊരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ, പക്ഷെ അതിവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചത്? അപ്പോൾ അയാൾ പറഞ്ഞു ഏതോ ഒരു സ്ത്രീ ഇതിലേക്ക് മെസ്സേജ് അയച്ചു. ഞാൻ സത്യത്തിൽ ആ മെസ്സേജുകൾ പരിശോധിക്കൂ, ആ സ്ത്രീക്ക് ഞാൻ ചെയ്ത ചാറ്റ് നോക്കും, ഞാൻ ഒരു മെസ്സേജും തിരിച്ചയച്ചിട്ടില്ല. അപ്പോൾ ഒരു സ്ത്രീ നമ്മളിലേക്ക് ഒരു മെസ്സേജ് അയച്ചു, അത് അല്പം മോശപ്പെട്ട മെസ്സേജാണ്, അത് ഫോണിൽ കിടക്കണ്ട വിചാരിച്ച് നമ്മളത് ഡിലീറ്റ് ചെയ്തു. അതിനല്ലേ ചെയ്യാം നമ്മൾ? സ്വാഭാവികമായും അയാൾ സംശയത്തിന്റെ നിഴലിലായി. ആലോചിച്ച് നോക്ക് നിങ്ങൾ, എത്ര അപകടകരമായ കാര്യമാണ്. നമ്മുടെ സുഹൃത്തുക്കളെ നല്ല സൂക്ഷിക്കണം. ഞാൻ പറയാം, ഏതെങ്കിലും പുരുഷന്മാർ ഇവിടെ ഫോണിന് ഭാര്യയ്ക്ക് അറിയാത്ത പാസ്വേഡ് ഉണ്ടെങ്കിൽ, നിങ്ങൾ സത്യസന്ധനല്ലാന്ന് നിങ്ങളെ ഭാര്യ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. നിഷേധിക്കാൻ പറ്റില്ല, അത് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. നിഷേധിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഫോൺ അവൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ അവൾ അറിയാൻ പറ്റാത്തത് ഏത് സ്വകാര്യമാണ്? അതൊന്ന് പറയുന്നത്. അവൾക്ക് അറിയാൻ പറ്റാത്തത് ഏത് സ്വകാര്യമാണ്? നിങ്ങളുടെ ഭാര്യയുടെ ഫോണിന് പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് നിങ്ങൾക്ക് തരില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിക്കും? അത് അവൾക്കും ചിന്തിക്കാൻ അവകാശമില്ലേ? ഭാര്യന്റെ ഫോണിന് പാസ്വേഡ് ഉണ്ട്, നമ്മൾ ചോദിച്ചു ഈ പാസ്വേഡ് എന്ന് പറയും. എന്തിനാ എന്റെ പാസ്വേഡ്? നിങ്ങൾക്ക് അതിന്റെ പ്രൈവസി അല്ലേ എന്ന് പറഞ്ഞാൽ എന്നായിക്കോട്ടെ, നിങ്ങൾ പറയൂ. അത് ശരി, അവളെ പാസ്വേഡ് നമുക്ക് വേണം. നമ്മുടെ പാസ്വേഡ് എത്രയോ പുരുഷന്മാർക്കുണ്ട് ഭാര്യമാർക്ക് കൊടുക്കാത്ത പാസ്വേഡ്. അതെന്താ? പാസ്വേഡ് ഇട്ട് നിങ്ങൾ എന്തെങ്കിലും തോന്നിയാസങ്ങൾ ചെയ്യണമെന്നല്ല, പക്ഷേ പാസ്വേഡ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ അങ്ങനത്തെ ഒരാളാകാൻ പറ്റും. അതാണ്. ഇപ്പൊ പാസ്വേഡ് ഇട്ടത് നിങ്ങൾ എന്തെങ്കിലും ചാറ്റ് ചെയ്തിട്ടോ ഭാര്യ കാണാതിരിക്കാൻ ഒന്നുമല്ല, പക്ഷെ പാസ്വേഡ് ഉണ്ട് എന്ന ധൈര്യം നിങ്ങളെ ഒരു പക്ഷേ എന്ത് ചെയ്യും? വഴി തെറ്റിക്കും. നമ്മളില്ല വിശ്വാസ്യത നഷ്ടപ്പെടുത്തും. അത് ഗൗരവമുള്ളൊരു സംഗതിയാണ്. പക്ഷെ നിങ്ങൾക്ക് പറയാനാവണം, നിനക്ക് ഞാൻ പാസ്വേഡ് പറഞ്ഞുതരാം, മക്കളെടുത്ത് നോക്കണ്ടെന്ന് വിചാരിച്ചാൽ ആയിക്കോട്ടെ, മക്കളെടുത്ത് നോക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ആയിക്കോട്ടെ, പക്ഷേ അവൾ ചോദിച്ചാൽ അവൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുത്തിരിക്കണം. അപ്പോൾ നമ്മളൊരു മാതൃകയാവില്ലെങ്കിൽ നമ്മുടെ മക്കൾ ഒരിക്കലും നമ്മൾ ആദരിക്കില്ല. ഒരു വാപ്പയുടെ വില നിങ്ങൾക്ക് കിട്ടില്ല, ഒരു ഉമ്മയുടെ വില നിങ്ങൾക്ക് കിട്ടില്ല. അല്ലെങ്കിൽ ഇത്രയൊക്കെ പൈസ ചെലവാക്കി കുട്ടികൾ എത്രയൊക്കെ നല്ല രൂപത്തിൽ എത്തിച്ചിട്ട് എന്താണ് അവർക്ക് നമ്മളോട് ആ ബഹുമാനവും ആദരവും ഇല്ലാത്തത്? ബഹുമാനവും ആദരവും ലഭിക്കണമെങ്കിൽ സുഹൃത്തുക്കളെ, അത് നമ്മുടെ വ്യക്തിത്വം കൊണ്ടും മാന്യത കൊണ്ടും തഖ്വ കൊണ്ടും കിട്ടുന്നതാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. തഖ്വയുള്ളതാണ് ആദരവിന്റെ ഏറ്റവും അടിസ്ഥാന മാനദണ്ഡം. അപ്പൊ നമ്മൾ നല്ലൊരു വ്യക്തിയാവും. ഉമ്മ വാപ്പ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മാതൃക മുസ്ലിം ആവുക, ഏറ്റവും നല്ല വിശ്വാസിയാകുക. നിങ്ങൾ എത്ര നല്ല മുസ്ലിം ആകുന്നുവോ അത്ര മതിപ്പ് നിങ്ങളുടെ മക്കൾക്ക് മാത്രമല്ല, നിങ്ങളെ പരിചയമുള്ള എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെ പറ്റിയുള്ള മതിപ്പ് നമ്മൾ എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുത്തി കളയത്. മാതൃകയാവാൻ നമുക്ക് പറ്റണം.